നമസ്കാരം. ഇറാനിൽ ജീവൻ്റെ അംശം പോലും ഇല്ലാതാക്കുമെന്ന് ട്രംപിന് മാപ്പ് കൊടുക്കില്ലെന്ന് ഇറാൻ സായുധ സേന. ലോകത്തെ അടിമയാക്കാൻ ട്രംപ് പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റും. അതെന്തുകൊണ്ടാണ്? ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധമെന്ന് പറയപ്പെടുന്ന അവസാനിപ്പിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഈ യുദ്ധം ഇപ്പോഴും തുടരുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ഇറാൻ എന്ന് പറയപ്പെടുന്നത് അതൊരു ചെറിയ രാജ്യമല്ല എന്ന് പറയപ്പെടുന്നത്. അവരുടെ സായുധ ശക്തി എന്ന് പറയപ്പെടുന്നത് നമുക്ക് ഒരിക്കലും എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുകൂടി വ്യക്തമാണ്. അപ്പോൾ ലോകത്തിന് മുമ്പിൽ ലോകത്തെ മുഴുവനും ഇങ്ങനെ അടിമയാക്കാൻ നടക്കുന്ന ട്രംപിനെ പോലൊരു ഭരണാധികാരി, അല്ലെങ്കിൽ അമേരിക്കയെ പോലൊരു ജ്യേഷ്ഠൻ മനോഭാവത്തോടു കൂടി നടക്കുന്ന അമേരിക്കയ്ക്ക് പക്ഷേ ഇനി അടിതെറ്റുന്ന കാലമാണ്. ഇവിടെ അമേരിക്കൻ കൊളോണിയലിസത്തിനെതിരെ വലിയ പോരാട്ടം നടക്കേണ്ട കാലഘട്ടത്തിലേക്ക് എത്തപ്പെടുന്നു. ഇറാൻ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകുന്നു. ഒരു തരത്തിലും ഒന്നിനും ട്രംപിനൊന്നും മാപ്പ് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് ഇറാൻ സായുധ സേന വളരെ വ്യക്തമായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ UN രക്ഷാസമിതിയുടെ ചാർട്ടറിലെ ആർട്ടിക്കിൾ 2 ഖണ്ഡിക 1 അത് ഉറപ്പ് നൽകുന്നത് ഈ രാജ്യങ്ങളുടെ പരമാധികാര സമത്വം എന്ന അടിസ്ഥാന തത്വത്തെ തച്ചുടയ്ക്കുന്നതാണ്. അതാണ് അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള ഈ അടിച്ചമർത്തലുകൾ എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള ബലപ്രയോഗത്തിലൂടെ മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുവാനുള്ള അമേരിക്കയുടെ ശ്രമം അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു കുറ്റകൃത്യമാണ് എന്ന് പറയട്ടെ. ലോകത്തെ അടിമയാക്കാനുള്ള ട്രംപിൻ്റെ ഒരു കുതന്ത്രമാണത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര പോരാട്ടങ്ങളും സൈനിക സംഘർഷങ്ങളുമൊക്കെ വൻതോതിൽ വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് അമേരിക്കയുടെ പുതിയ ഉപരോധങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമാണ് ഇറാൻ രംഗത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ അത് ഇറാന് നേരെ മാത്രം തൊടുത്തതല്ല എന്നും മറിച്ച് ലോകത്തിലെ മുഴുവൻ സ്വതന്ത്ര രാജ്യങ്ങൾക്കും എതിരായിട്ടുള്ള തുറന്ന ഒരു യുദ്ധപ്രഖ്യാപനമാണ് എന്നും ഇറാൻ അടക്കം തുറന്നടിക്കുകയാണ്. ഇപ്പോൾ സ്വതന്ത്ര രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറുവാനുള്ള അമേരിക്കയുടെ കുതന്ത്രങ്ങൾ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാവുന്ന ഒരു കാര്യമാണ് എന്ന് പറയട്ടെ. അതായത് ഒരു പ്രകോപനവുമില്ലാതെ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN ചാർട്ടറിൻ്റെയും ഒക്കെ നഗ്നമായ ലംഘനമാണ് എന്ന് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയ വക്താക്കൾ തന്നെ പ്രതികരിക്കുകയാണ്. UN അംഗരാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ തങ്ങളുടെ അധീശത്വം അടിച്ചേൽപ്പിക്കുവാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന വിദേശ ബാങ്കുകളെയും വ്യവസായങ്ങളെയും ഒക്കെ ഈ മൂന്നാം രാജ്യവുമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കച്ചവടത്തിൽ നിന്ന് വിലക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു നിയമപരമായിട്ടുള്ള അവകാശവും ഇല്ല എന്ന് പറയട്ടെ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ UN രക്ഷാസമിതിയുടെ ആയിരുന്നെങ്കിലും അതിൻ്റെ ചാർട്ടറിലെ ആർട്ടിക്കിൾ 2 അനുസരിച്ച് ഖണ്ഡിക 1 പറയുന്ന പോലെ രാജ്യങ്ങളുടെ പരമാധികാര സമത്വം എന്ന അടിസ്ഥാന തത്വത്തെ സത്യത്തിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള ഈ അടിച്ചമർത്തലുകൾ കാരണം തച്ചുടയ്ക്കപ്പെടുകയാണ്. സാമ്പത്തിക ബലപ്രയോഗത്തിലൂടെ മറ്റു രാജ്യങ്ങളെ അമേരിക്ക കീഴ്പ്പെടുത്തുവാനുള്ള ശ്രമം നടത്തുകയാണ്. ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയൊരു കുറ്റകൃത്യമാണെന്ന് പറയട്ടെ. വിദേശ സ്ഥാപനങ്ങളെയും തുറമുഖങ്ങളെയും ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തുന്നതും മറ്റു രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് വെട്ടിച്ചുരുക്കുന്നതിന് തുല്യമാണത്. അപ്പോൾ അമേരിക്ക ലോക പോലീസ് ചമയുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമേരിക്കയുടെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുള്ള ഇത്തരം അന്യായമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം വഴങ്ങുകയാണ് എങ്കിൽ അത് ലോകരാജ്യങ്ങളുടെ സ്വയം ഭരണാധികാരത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാൻ. ആഗോളതലത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പുതിയ കൊളോണിയലിസം സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്നും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകുമെന്നും ഇറാൻ വ്യക്തമാക്കി സംസാരിക്കുകയാണ്. സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ വീഴ്ത്താൻ കഴിയില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് സൈനിക ശക്തി ഉപയോഗിക്കുമെന്ന ഭീഷണിയുമായിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. അപ്പോൾ ഇറാൻ സമാധാനപരമായിട്ടുള്ള കരാറിന് തയ്യാറാകുന്നില്ല എന്നതാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ആരോപണം. എന്നാൽ സ്വന്തം രാജ്യത്തിൻ്റെ പരമാധികാരവും അഭിമാനവും അടിയറവ് വെക്കുന്ന തരത്തിലുള്ള യാതൊരു നയതന്ത്ര അടിമത്തത്തിനും തയ്യാറല്ല എന്ന കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകുന്നത്. അപ്പോൾ ഇവിടെ ഇറാന് പണമില്ല എന്നും വ്യോമസേന നാവികസേനയോ പ്രവർത്തിക്കുന്നില്ല എന്നുമൊക്കെ സൈന്യത്തിന് ശമ്പളം നൽകാൻ കഴിയുന്നില്ല എന്നുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങളാണ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. 350% പണപ്പെരുപ്പമുണ്ട് എന്ന് കാണിച്ച് ഇറാൻ്റെ പ്രതിരോധ വീര്യത്തെ തരം താഴ്ത്തിക്കിട്ടാൻ അമേരിക്കൻ പ്രസിഡന്റ് വലിയ ശ്രമം നടത്തുകയാണ്. എന്നാൽ അമേരിക്ക വർഷങ്ങളായിട്ട് തുടരുന്ന ക്രൂരമായിട്ടുള്ള ഉപരോധങ്ങളെ അതിജീവിച്ചാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അമേരിക്ക മറച്ചു വെക്കുകയും ചെയ്യുന്നു.
അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ 6 മാസത്തോളമായി തുടരുമ്പോഴും വിട്ടുവീഴ്ചയില്ലാത്തതും അഹങ്കാരപൂർണ്ണവുമായിട്ടുള്ള നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് തുടരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാൻ്റെ പതനം സ്വപ്നം കാണുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് മുന്നിൽ പരാജയം സമ്മതിക്കുവാൻ ഇറാൻ തയ്യാറല്ല എന്നുകൂടി പറയട്ടെ. വൻശക്തി എന്ന പദവി ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളെ ഭയപ്പെടുത്താമെന്ന ട്രംപിൻ്റെ മോഹം ഇറാൻ്റെ പ്രതിരോധത്തിന് മുന്നിൽ തകരുകയാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ അമേരിക്കൻ വിരുദ്ധ പോരാട്ടങ്ങൾക്കിടയിലും രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇറാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. യുദ്ധവും സാമ്പത്തിക ഉപരോധങ്ങളും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുമ്പോഴും ജനങ്ങളുടെ അതൃപ്തി പരിഹരിക്കാനും ഭരണ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ഇറാൻ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂടി പറയട്ടെ. അപ്പോൾ ഈ അനാവശ്യ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കവേ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ വികൃതമായിട്ടുള്ള മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കുകയാണ്. എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ച് അമേരിക്ക ഇറാൻ്റെ സ്കൂളുകളെയും ആശുപത്രികളെയും ഒക്കെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയുമാണ് ആക്രമിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഈ ക്രൂരതകൾ കാരണം അമേരിക്ക ഇന്ന് ലോകമെമ്പാടും വെറുക്കപ്പെട്ട ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. അതിനുള്ള കാരണക്കാരൻ മറ്റാരുമല്ല, ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ ശക്തരും ബഹുമാനിക്കപ്പെടുന്നവരുമായി നിലനിൽക്കുമ്പോൾ അപ്പോൾ മാത്രമേ സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. അമേരിക്കൻ അധിനിവേശത്തിനും ആക്രമണങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി ഒരു സമാധാന കരാറിനും ഇറാൻ തയ്യാറല്ല എന്ന് കൂടി അവർ വ്യക്തമാക്കുന്നു. തങ്ങളുടെ വിജയം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഘട്ടത്തിൽ അഭിമാനത്തോടെ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂവെന്ന് പെസഷ്കിയാൻ വരെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി പറയുകയാണ്. ഈ മേഖലയിൽ തങ്ങളുടെ അധീശത്വം ഉറപ്പിക്കാൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾ തിരിച്ചടിയാകുകയാണ് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഉപയോഗിച്ച് ഇറാനെ ഒറ്റപ്പെടുത്താമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുന്ന അമേരിക്കയുടെ നടപടികൾക്കെതിരെ ലോകരാജ്യങ്ങൾക്കിടയിൽ അമർഷം പുകയുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള കടന്നുകയറ്റങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള ഉപരോധങ്ങൾക്കും മുന്നിൽ ഇറാൻ്റെ പരമാധികാരത്തെയും വികസനത്തെയും തടയിടുവാൻ അമേരിക്ക എത്രത്തോളം ശ്രമിച്ചാലും ആത്മാഭിമാനമുള്ള ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിനെ അടിച്ചമർത്താൻ കഴിയില്ല എന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നതെന്ന് കൂടി പറയട്ടെ. ഇറാനിൽ ജീവൻ്റെ ഒരു അംശം പോലും ബാക്കിയില്ലാത്ത തരത്തിൽ ആ നാടിനെ തച്ചു തകർക്കും എന്ന് പറയപ്പെടുന്ന ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കുക: നിങ്ങളെ അന്വേഷിക്കുന്ന ലോകരാജ്യങ്ങളുള്ളവർ നിങ്ങളെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് മാപ്പില്ല എന്ന് ഇറാൻ സായുധ സേന പറഞ്ഞതുപോലെ ട്രംപിനൊരിക്കലും മാപ്പ് കൊടുക്കേണ്ട എന്ന് ലോകരാജ്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.